മോള് വന്നാ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഭക്ഷണം കഴിച്ചാ? ഇല്ല. അന്നൊരു കാര്യം ചെയ്യും, ബാഗ് കൊണ്ടു വെച്ചിട്ട് ഭക്ഷണം കഴിക്കട്ടാ. ആ മോളെ, നിന്റെ സുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടാ. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു ആ സുഖമൊക്കെ മാറിയെന്ന് പറഞ്ഞു. ഞാൻ വത്സല, എനിക്ക് വയസ്സ് 72 ഞാൻ ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഞാൻ 2017 ഞാൻ എന്റെ ബ്രസ്റ്റിലൊരു തടുപ്പ് കണ്ടു. ആ തടുപ്പ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്തു. ബയോപ്സി കഴിഞ്ഞപ്പോൾ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. എന്റെ മകൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. മകൻ പറഞ്ഞു, അമ്മയെ ധൈര്യം പിടിയരുത്, അമ്മ സ്റ്റേണായിട്ട് നിൽക്കണം, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ മകനൊപ്പം നിന്നു. എന്നെ എല്ലായിടത്തേക്കും കൊണ്ടുപോയി നോക്കലെല്ലാം ചെയ്തു. ഞങ്ങൾ പിന്നെ RCCക്ക് കൊണ്ടുപോയി. RCCയിൽ ചെന്നപ്പോ അവിടെ തിരക്ക് കാരണം ഓപ്പറേഷൻ ദിവസം കിട്ടാൻ വൈകുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അവിടുന്ന് പോന്നു. തിരിച്ചു മെഡിക്കൽ കോളേജിലേക്ക്, തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വന്നു. മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെ വെച്ചിട്ട് ശരത് കൃഷ്ണ എന്ന് പറഞ്ഞ ഡോക്ടർ എനിക്ക് ഓപ്പറേഷൻ ചെയ്തു തന്നു. ആ ഡോക്ടർക്ക് ഞാൻ നന്ദി പറയുകയാണ്. എന്റെ ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. ഞാൻ എല്ലാ സഹോദരികളോടും പറയണം, നമ്മൾ ആരും സ്വയം ചികിത്സിക്കരുത്. നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക, മരുന്നുകൾ പൂർണ്ണ എടുക്കുക, അസുഖം മാറാൻ നോക്കുക. ഞാൻ ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയാണ്. എല്ലാ സഹോദരിമാരോടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വല്ല തടുപ്പോ വല്ല സ്വയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു രോഗമാണിത്. നമ്മൾ നല്ലവണ്ണം ബ്രസ്റ്റുമേ കൈവച്ച് അമർത്തി സൂക്ഷിച്ച് ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് തടുപ്പോ മുഴയോ എന്താണെങ്കിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സഹോദരിമാരും അത് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്ക് പോകാൻ നോക്കുക. അങ്ങനെയാണ് ഇപ്പൊ എന്റെ രോഗം മാറിയത്. ഞാൻ എങ്ങനെയാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് അന്ന് തുടങ്ങിയ ട്രീറ്റ്മെന്റാണ് എനിക്ക്. ഇപ്പൊ വർഷം 2025 ആയപ്പോ എന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി. ഞാൻ ഡോക്ടർ അത് പറഞ്ഞപ്പോ എനിക്ക് ഡോക്ടർമാരോട് നന്ദി പറയണം ഞാൻ നന്ദി പറഞ്ഞു. ആരോഗ്യവകുപ്പിലെ എല്ലാ ഡോക്ടർമാർക്കും, എന്നെ ചികിത്സിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പൈസയൊന്നും അധികം വേണ്ടി വന്നില്ല. വളരെ തുച്ഛമായ പൈസ ഒരു മെഡിക്കൽ കോളേജിൽ വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്, മെഡിക്കൽ കോളേജിൽ പോവുകയാണ് നല്ലത്. അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് നമ്മുടെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചെയ്യുക. അവിടെയാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാവരോടും നന്ദി പറയുകയാണ്, ദൈവത്തിനോട് നന്ദി പറയുകയാണ്. എല്ലാവരും ആരോഗ്യവകുപ്പിൽ എല്ലാവരോടും നന്ദി പറയുകയാണ്. എല്ലാവരും സഹോദരിമാരെല്ലാവരും ചികിത്സ അങ്ങനെ ഇതുണ്ടെങ്കിൽ ചികിത്സിക്കുക. ഡോക്ടർമാർ നമ്മുടെ കൂടെ പൂർണ്ണമായിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. മനസ്സാദ്യം വിടരുത്. നമ്മുടെ മനസ്സ് എപ്പോഴും പറ്റിയിട്ട് വയ്ക്കുക. ഞാനിപ്പോ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തു തുടങ്ങി. എന്റെ ഉള്ളിൽ ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിലത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെ ഞാൻ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വയസ്സ് 72 എന്നാലും ഞാൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി.